₹40. 40 രൂപ. അതെ, അതായത് പഠിക്കാനൊക്കെ ആവശ്യമുള്ളവർക്ക് നല്ല വണ്ടി. ₹4,000 കൊടുക്കാം. 4,50,000 രൂപ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. അടിപൊളി, അത് മോശമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്തായാലും ഒരു പോലും മുടക്കണം, എന്തായാലും കയറും അല്ലേ? ₹4,000. എന്തായാലും നിങ്ങൾ നോക്കിക്കോ, 1.35 കിട്ടുന്ന സാധനം ആകുമ്പോൾ ശരിക്കും ഒരു പണ്ടത്തെ ഒരു അൾട്ടോന്റെ പൈസക്ക് സാധനം കിട്ടും അല്ലേ? നമുക്ക് ₹2,90,000 കൊടുക്കാം. 2,90,000 ഡിസയർ ഇത്രയും വൃത്തിയുള്ള വണ്ടി അല്ലേ? 2,60, 65 ലെവലിൽ ലോണും കയറും. നമുക്ക് ഒരു ₹5,000 കൊടുക്കാം. ₹5,000. 5,50,000 2018. ₹5,000 ലോണും കയറുവേ, ഫുൾ ലോണും കിട്ടും. അതെ, ഒരു പോലും മുടക്കണ്ട. വേണ്ട. അടിപൊളി. നമുക്കൊരു ₹40 കൊടുക്കാം. 40,000. അതെ, അടിപൊളി. 40,000 കയറുന്നു. പിന്നെ വേറെ കാര്യം, ഫ്രണ്ടിലെ ടയറൊക്കെ ഫുൾ ആട്ടോ. ഇത് നമുക്ക് 1,45 കൊടുക്കാം. 1,45. അതെ. അത് പ്രൈസ് എന്തെങ്കിലുമൊക്കെ കുറയാൻ? 13 കുറച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ പറയുന്ന വിലകളിലൊക്കെ കുറയില്ലേ? എല്ലാം കുറയും, ചില്ലറ പൈസ കുറയും അല്ലേ? നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്തൊരു ഷോറൂം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വളരെ ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല വണ്ടികൾ എടുക്കാൻ പറ്റുന്ന, അതായത് ഈ ബഡ്ജറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വണ്ടീനെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ മാർക്കറ്റ് വിലയിൽ ഏറ്റവും വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യൂസുകാരൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാൽ പനമരം കഴിഞ്ഞിട്ട് 5-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ SR യൂസ്ഡ് കാർസിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതെല്ലാം ചെറുവണ്ടികളാണ്. അതായത് വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കോമ്പാക്റ്റബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന പോലത്തെ ചെറുവണ്ടികളുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് കുറച്ച് അതായത് കൊമേഴ്ഷ്യൽ വണ്ടികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊമേഴ്ഷ്യൽ വണ്ടികൾ എന്തായാലും ഞാൻ ഇതിൽ കാണിക്കുന്നത് അവിടെ റീലായിട്ട് ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് നല്ല അടിപൊളി ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുറച്ച് ചെറുവണ്ടികൾ കാണിച്ചു തരാം. മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയർ ഒക്കെ ചെയ്തേക്ക്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരം കിട്ടും. കാരണം ഇങ്ങനെ ഒരു ഷോറൂം ഇവിടെ ഉള്ളതോ അല്ലെങ്കിൽ ഇത്രയും വണ്ടികൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതൊന്നും പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അതിനുള്ളൊരു എന്താ പറയുക, ഇവർക്കൊരു ഗുണമുണ്ടാവും, നിങ്ങൾക്ക് അതിനനുസരിച്ച് നല്ല വണ്ടികൾ കിട്ടുകയും ചെയ്യും. പിന്നെ എല്ലാവരും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വണ്ടികളാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ SR യൂസ്ഡ് കാർസിൽ ഇതാ ഈ കിടക്കുന്നൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. നമ്മുടെ റാഫി ബ്രോ ഉണ്ട് കൂടെ. റാഫി ബ്രോ, റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കുറച്ച് വണ്ടികൾ മാക്സിമം വില കുറച്ച് കൊടുക്കുമ്പോൾ. അതെ, അതായത് നിലവിലിപ്പോൾ പിന്നെ ഇവിടെയുള്ള വണ്ടികളുടെ അവസ്ഥ എന്താ, ക്വാളിറ്റി വൈസ് എന്താ സ്ഥിതി? ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ നല്ല വണ്ടികൾ മാത്രമേ എടുക്കലുള്ളൂ. അതായത് ഒരാളിപ്പോ ഒരു പൈസ തരുന്നുണ്ടെങ്കിൽ അതിന് വെറുതെ ഉണ്ടാവും. എല്ലാ വണ്ടികളും കുറ്റം പറയരുത്, ആരും കുറ്റം പറയരുത്, അത് ഉറപ്പാണ് അല്ലേ? അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്കെന്നാ പിന്നെ ഞാൻ ഇതിന്റെ പുറമേ ഉള്ള ഇന്റീരിയർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ കേട്ടോ. എല്ലാവരും കോൺടാക്ട് ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫോട്ടോസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. മാക്സിമം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഓവർ ലെങ്ത് ആക്കാണ്ട് ഫുൾ വണ്ടികളൊന്നും ഉൾപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഇതേതാ മോഡൽ? ഇത് 2003 മോഡലാ. 29 വരെ പേപ്പർ ഉണ്ട്. നമുക്ക് എന്താക്കാം, അതായത് ആവറേജ് വണ്ടി അല്ലേ? ആവറേജ് വണ്ടി, ഭയങ്കര ക്വാളിറ്റി ഒന്നും പറയണ്ട. ₹40. ₹40. അതെ, അതായത് പഠിക്കാനൊക്കെ ആവശ്യമുള്ളവർക്ക് നല്ല വണ്ടി. 29 വരെ പേപ്പറുള്ള വണ്ടി അല്ലേ? അതെ അതെ. പിന്നെ വേറെ മേജർ ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് കാര്യങ്ങൾ മെക്കാനിക് പണി അങ്ങനത്തെ ഒന്നുമില്ല. 4 ടയർ പുതിയതുണ്ട്. അതെ. പിന്നെ വെച്ചാല് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇപ്പൊ നിലവിൽ എടുത്തോണ്ട് പോകുമ്പോൾ ഒരു പണിയും കിട്ടൂല. ഒന്നുമില്ല. നിങ്ങൾ വരിക. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ചെറിയ പൈസക്ക് 40,000 രൂപ കിട്ടുന്ന ചെറിയ വണ്ടിയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതീക്ഷ, അതായത് ഷോറൂം കണ്ടീഷൻ ഒന്നും പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2013 ലാസ്റ്റ് വണ്ടി. 2013 ലാസ്റ്റ്. അതെ, അൾട്ടോ ആണ്. അൾട്ടോ 800 ആണ്. പിന്നെ ഇത് കിലോമീറ്റർ എത്രയാണെന്നറിയോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിക്കും. ജനുവിനായിരിക്കോ? അതെ അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് തേർഡ് ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ? സെക്കൻഡ് ആണ് അല്ലേ? മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4 ടയർ പുതിയത്. ഒരു റീപ്ലേസും ഇല്ല? ഒന്നുമില്ല. മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല? ഒന്നും മാറിയില്ല. അടിപൊളി. 4 ടയർ പുതിയതാണ്. ഓൾമോസ്റ്റ് ഒരു 80% തന്നെ പറയാം കേട്ടോ. ഇത് നമുക്കിപ്പോൾ എന്താ വില? ഇത് നമുക്ക് 1,45 കൊടുക്കാം. 1,45. അതെ. അത് പ്രൈസ് എന്തെങ്കിലുമൊക്കെ കുറയാൻ? 13 കുറച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പറയുന്ന വിലകളിലൊക്കെ കുറയില്ലേ? എല്ലാം കുറയും, ചില്ലറ പൈസ കുറയും അല്ലേ? ഓക്കെ. 1,45 നിങ്ങൾക്ക് 13 വണ്ടി ലാസ്റ്റ് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഈ ഒമിനി ആണെങ്കിലോ? ഇത് 2014 ലാസ്റ്റ് വണ്ടി. 14 ലാസ്റ്റ് അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 8 സീറ്റ് ആട്ടോ. 8 സീറ്റ് ആണ്. അതെ. ടാക്സ് ലേശം കൂടിയാലും അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. 8 സീറ്റ് നല്ല ഡിമാൻഡ് ഉള്ള വണ്ടി. അതെ, ഡിമാൻഡ് ഉണ്ട്. പിന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. വണ്ടി 14 അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഈ 14 എന്നൊക്കെ പറയുമ്പോൾ ഒമിനിയിൽ ലാസ്റ്റ് വന്ന വണ്ടികളിലൊക്കെ അല്ലേ പെടുവോ? അതെ അതെ. 16-17 വരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ല, 18 വരെ ഇറങ്ങിയിട്ടുണ്ട്. 18-19 വരെ ഇറങ്ങിയിട്ടുണ്ട്. ശരി. ഇത് ഒരു റീപ്ലേസും ഇല്ല? ഒന്നുമില്ല. ഓക്കെ. ഇതെന്താ നമുക്ക് വില? ഇത് നമുക്ക് 1,55 കൊടുക്കാം. ഫൈനൽ 1,55,000 രൂപയ്ക്ക് 2014 1.5 ലോണും കയറും ശ്രീരാമില്. 5 രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാം. അല്ല, 1,45 അല്ലേ പറഞ്ഞ വില? 1,55. 55 അല്ലേ? 5 രൂപയ്ക്ക് നെഗോഷ്യബിൾ ആയി കൊടുക്കൂലെന്ന് ചെയ്ത് കൊടുക്കാം. വിളിക്കട്ടെ. അപ്പൊ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ശ്രീരാമൊക്കെ വയനാട്ടിൽ മാത്രമേ കയറുള്ളൂ? അല്ല, കേരളത്തിൽ എവിടെയും കയറും അല്ലേ? ഓക്കെ. 1,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2014 വണ്ടിയാണ് ആലോചിക്കണം. മോഡൽ കൂടിയ വണ്ടിയാണ്. 8 സീറ്റ് ആണ് അല്ലേ? അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2012 മോഡല്.
12 മോഡൽ ഇയോൺ അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ടല്ലോ വണ്ടി. ഇത് ഒരു ഡോറ് മാറിയിട്ടുണ്ട്, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല? ഒന്നും മാറിയില്ല. അടിപൊളി. ഒരു ഡോർ മാത്രമേ മാറിയിട്ടുള്ളൂ. അതെ. മേജർ ഇടിയാണോ അത്? അല്ല. ഓക്കെ. ഇത് പിന്നെ 12 വണ്ടിയല്ലേ? അതെ ഞാൻ ചോദിക്കണം. 12 വണ്ടി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവേണ്ടതാണ്. വേറെ ഒരു അപാകതയില്ല? ഒന്നുമില്ല. ക്ലീൻ അല്ലേ? അതെ. ഓക്കെ. വേണമെങ്കിൽ ജസ്റ്റ് ഹെഡ്ലൈറ്റ് മാത്രം ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്, വേറെ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ഓക്കെ. ഇത് നമുക്ക് എന്താ വില? നമുക്ക് 1.35 കൊടുക്കാം. 1.35. പിന്നെ ഇത് കിലോമീറ്റർ എത്രയാണെന്നറിയോ? 1,20,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. 12 അപേക്ഷിച്ച് വലിയ ഓട്ടോ ഒന്നുമല്ല അല്ലേ? പിന്നെ ഹുണ്ടായിന്റെ വണ്ടിയല്ലേ? അതെ. ഇപ്പോൾ സർവീസ് ഒക്കെ പക്ക ചെയ്താണല്ലോ അല്ലേ? സർവീസ് പക്ക ആണെന്ന് അറിയില്ല, 12 വണ്ടി ആയതുകൊണ്ട് നോക്കിയിട്ടില്ല. ഓക്കെ. എന്തായാലും നിങ്ങൾ നോക്കിക്കോ. 1.35 കിട്ടുന്ന സാധനം ആകുമ്പോൾ ശരിക്കും ഒരു പണ്ടത്തെ ഒരു അൾട്ടോന്റെ പൈസക്ക് സാധനം കിട്ടും അല്ലേ? അപ്പോൾ മിസ് ചെയ്യണ്ട. അതൊക്കെ നമുക്ക് ലോൺ കയറും. 1 ലക്ഷം രൂപയ്ക്ക് ലോൺ കയറുമോ? 1.10 വരെ ലോൺ കയറും അല്ലേ? ഓക്കെ. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് എടുത്തോണ്ട് പോവാം. എടുക്കാം. ഇനി ഇതാണെങ്കിലോ 800? 2013 മോഡൽ നോൺ AC ആണ്. 13? അതെ. ഒരു 12 വരെ കാണില്ല. 13 ലാസ്റ്റ് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഈ വണ്ടി ഞാൻ 12 മേലേക്കുള്ള ഒരെണ്ണം കണ്ടിട്ടില്ല. ഇത് 13 ലാസ്റ്റ് വണ്ടി. 13 ലാസ്റ്റ് അല്ലേ? അതും 11ാം മാസം. 12 ആണോ 13 ആണോ? 13 മോഡൽ ഉണ്ട്. അടിപൊളി. എന്തായാലും ആദ്യമായിട്ടാണ് 13 മോഡൽ ഒരു വണ്ടിയാണ് ഇത്. പിന്നെ കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ 90,000, രണ്ടാമത്തെ ഓണർ. അതെ അല്ലേ? അതായത് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് 12 വരെയുള്ള വണ്ടികളാണ്. അതെ. ലാസ്റ്റ് ഇറങ്ങിയ മോഡലാട്ടോ. ഞാൻ വിചാരിച്ചത് 12 വരെ ഇറങ്ങിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. അല്ലേ? 13 ലാസ്റ്റ് വരെ ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റില്ല. ഇത് മോഡല് 13 തന്നെയാ? അതെ, 13 അല്ലേ? ഇല്ല, മോഡൽ 13. അടിപൊളി. 13 11ാം മാസം വണ്ടി. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1.35 കൊടുക്കാം. 1.35. ഒട്ടും കൂടുതലാണ് ഞാൻ 1.10, 1.15 വരെ ലോണും കയറും അല്ലേ? അതായത് ആലോചിക്കണം, ഈ ഒരു വണ്ടി 2013 ലാസ്റ്റ് വണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഈ വണ്ടി അത്രയും മോഡൽ കൂടിയത് കാണുന്നത്. എന്തായാലും മോശമൊന്നുമില്ല, ക്വാളിറ്റി നല്ല വണ്ടി, അടിപൊളി വണ്ടി, വൃത്തി ഉണ്ടല്ലോ അല്ലേ? പിന്നെ എന്തെങ്കിലും കുറയാണ്ടോ? അത് നമ്മൾ വണ്ടി വന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. വരുന്ന ഒരാളും മടുപ്പായിട്ട് പോകില്ല, മാക്സിമം കുറച്ച് തരും. അതുപോലെ തന്നെ ഈ അൾട്ടാണെങ്കിലോ? ഇത് 2013 ലാസ്റ്റ് വണ്ടി, LXi ആണ്. 13 ചെയ്തിട്ടുണ്ട്. അതെ. മൂന്നാമത്തെ ഓണർ CNG ഇല്ല. എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ? ഡുവൽ ടൂൺ ചെയ്തിട്ടുണ്ട്. മേലെ ബ്ലാക്ക് ആക്കിയിട്ടോ. മോഡൽ 13 അല്ലേ? അതെ. 13 മോഡലാണ്. നമുക്ക് പുതിയ കിലോമീറ്റർ 72,000. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് എന്താ 1.25 കൊടുക്കാം. 1,70,000 രൂപയ്ക്ക്. അതെ. 1.60 ലോണ് കയറും. 1.60, 1.5. വണ്ടി വെക്കാം. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരും. 2013 വണ്ടിയാണ്. 1.75 വരുന്നത്. അത് നെഗോഷ്യബിൾ ആണല്ലേ? ചെറിയൊരു പൈസ കുറയില്ലേ? ചെറിയ പൈസ കുറയും. അടിപൊളി. അപ്പം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ. ഇതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇതൊന്നും പിന്നെ മേജറായിട്ടുള്ള പ്രശ്നങ്ങൾ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഉറപ്പാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പഴയ മോഡൽ വണ്ടികളാകുമ്പോൾ നല്ലോണം ചെക്ക് ചെയ്തെടുക്കുക അല്ലേ? അതെ. മാക്സിമം ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യം ഇല്ലേ? നമ്മൾ മാക്സിമം ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ വരുന്നവരും ചെക്ക് ചെയ്തു. നിങ്ങൾ പൈസ കൊടുക്കുന്ന സാധനമാണ്. ഞങ്ങളും പൈസ കൊടുക്കുന്നുണ്ട്, നിങ്ങളും പൈസ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാളും ചെക്ക് ചെയ്തോളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക, നല്ലോണം ചെക്ക് ചെയ്തെടുക്കുക. പഴയ മോഡൽ വണ്ടികളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു റിറ്റ്സ് വേണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള റിറ്റ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് പെട്രോൾ ഡീസലോ ബ്രോ? ഇത് ZXi ഓപ്ഷനിലാണ്. പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് പിന്നെ ബ്രേക്ക് വൈപ്പർ, പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾ എല്ലാം വരും. 2015 ലാസ്റ്റ് വണ്ടി. 15 ലാസ്റ്റ് അല്ലേ? അതെ. കിലോമീറ്റർ 63,000 കിലോമീറ്റർ ഓടിക്കും. മൂന്നാമത്തെ ഓണർ. 63 മൂന്നാമത്തെ. ഈ 63 ഓടിയിട്ടുള്ളത് വെറും 63? അതെ. കൊള്ളാലോ. ടയർ ഭാഗങ്ങളൊന്നും മോശമൊന്നുമില്ല. ഹിസ്റ്ററി ഉള്ളതാണ്. പിന്നെ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് കമ്പനി. മെയിൻ ഗ്ലാസ് മാത്രം? അതെ. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ശരി. 15 മോഡല് ZXi എന്ത് വിലയുണ്ട്? 3,00,000 രൂപ. 3,50,000 രൂപ. അതിലെന്തെങ്കിലും കുറയാണ്ടോ? നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു നെഗോസിയേഷൻ എന്തായാലും ഉണ്ടാവും അല്ലേ? 15 മോഡൽ ZXi ഞാൻ നോക്കണം. 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ബലേനോ ആണെങ്കിലോ? ബലേനോ ഇത് 2016 മോഡലാ. 16 ഫസ്റ്റ് ബലേനോ. നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 16 കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 83,000 കിലോമീറ്റർ. ജെനുവിനാ? അതെ. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ. നല്ല വൃത്തിയുണ്ടോ? ഫുൾ ഓപ്ഷൻ ആട്ടോ. അൽഫ അല്ലേ? അതെ. അൽഫ വേരിയന്റ് ആണ്. 16 ആണ് ഈ ബലേനോ സീരീസിലെ ഫസ്റ്റ് വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, വേക്ക് വൈപ്പർ വരും, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചറും ഉണ്ട്. ഇത് നമുക്ക് എന്താ വില? 4,00,000 രൂപ കൊടുക്കാം. 4,50,000 രൂപയ്ക്ക് ഏറ്റവും ടോപ്പിന്റെ വണ്ടി. അടിപൊളി. അത് മോശമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്തായാലും 1 രൂപ പോലും മുടക്കണം. എന്തായാലും കയറും അല്ലേ? 4,000 രൂപ ലോൺ കയറും. അതാണ് 16 വണ്ടി ആയതുകൊണ്ട് ഏകദേശം 4 വർഷത്തോളം ലോണും കിട്ടും അല്ലേ? അതെ. മോശമൊന്നുമില്ല. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. അൽഫ വേരിയന്റ് വേണമെങ്കിൽ. അതേപോലെ തന്നെ സെയിം സാധനം ഓർമ്മ ഉണ്ടല്ലോ. ഇത് അതിന്റെ നേരെ കളർ ചേഞ്ച്, അതിന്റെ ഒരു അനിയ ഒറ്റൊരു മോഡൽ കുറവ്. അതായത് 2015-16 സീറ്റയാണ്. അതായത് അൽഫയുടെ തൊട്ട് താഴെ വരും. ഇത് ഒരു ഡോറ് മാറിയിട്ടുണ്ട്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ അത്യാവശ്യം, ഒരു ഡോറ് മാറിയിട്ടുണ്ട്. 15-16 അല്ലേ? അതെ. ഓക്കെ. ഇതും ഫസ്റ്റ് വണ്ടികളിൽ പെടുന്ന ഒന്നാണ്. പിന്നെ കിലോമീറ്ററോ?
കിലോമീറ്റർ അതേപോലെ തന്നെ 84,000 കിലോമീറ്റർ ഓടിക്ക് രണ്ടാമത്തെ ഓണർ. വേറെ മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് അലവിയിൽ ഉണ്ടാവില്ല, എല്ലാ അലവിലും കാര്യങ്ങളൊക്കെ വരും. ആകെ വരാത്തതെന്ന് വെച്ചാൽ വെഹിക്കിൾ റിവേഴ്സ് ക്യാമറ വരില്ല, പിന്നെ വെച്ചാൽ പ്രൊജക്ടറും വരില്ല, പിന്നെ സ്ക്രീനും വരില്ല. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഞാൻ അലവിയിലല്ല സംഭവം അലവിലാണ് കേട്ടോ. അതെ അതെ അതെ. അപ്പൊ അത് വേറെ ഒന്നുമില്ല, ഡോർ മാത്രം. ഇതും നമുക്ക് അതേ റേറ്റിന് കൊടുക്കാം. ഒരു ഡോർ മാത്രമല്ല മാറിയിട്ടുള്ളൂ. അതെ, 4 ലക്ഷം രൂപ. അതെ, ഓക്കെ. ഇത് ഫുള്ള് ലോൺ കൊടുക്കാം കേട്ടോ. അതെ, എന്തെങ്കിലുമൊക്കെ കുറേ ഉണ്ടാവില്ലേ? ചെയ്ത് കൊടുക്കാം, ആണല്ലോ അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. അപ്പം എന്തായാലും ചെറിയൊരു പൈസ നെഗോഷ്യബിൾ ആയിരിക്കും. 2 ബലേനോ ഉണ്ട്, 2016 വണ്ടികൾ, അതായത് 4.5 ലക്ഷം രൂപയ്ക്കാണ് രണ്ടും തരുന്നത്. അടുത്തതൊരു അൾട്ടോ ആണല്ലോ. ഇതോ 2018 മോഡല്. 18 അതെ. മോഡൽ കൂടിയ വണ്ടിയല്ലേ? അതെ അതെ അതെ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതെ അതെ. 18 മോഡൽ. കിലോമീറ്ററോ ആകെ 85,000 കിലോമീറ്റർ ഓടിക്ക്, സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വൃത്തിയുള്ള വണ്ടി അല്ലേ? അതെ അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 280 കൊടുക്കാം. 280. അതെ, 260-65 ലോണും കൊടുക്കാം. 18 മോഡൽ ആയതുകൊണ്ട് അല്ലേ? വണ്ടി വന്ന് എല്ലാവർക്കും വന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് വണ്ടി ഷോറൂമിലേക്കൊക്കെ കൊടുത്തു വിടൂലേ? ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ എടുക്കലുള്ളൂ. അതെ അതെ അതെ. അല്ല, ഇപ്പൊ നിങ്ങൾ കാണിച്ചത് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇത് മോശമൊന്നുമില്ല. ആർക്കെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോ. പിന്നെ അതിന്റെ പുറമെ ഇവരുടെ അടുത്ത് കുറച്ച് ഇതുണ്ട്, കൊമേഴ്ഷ്യൽ വണ്ടികളുണ്ട് അല്ലേ? അതെ. ഒരു ടാറ്റയുടെ വണ്ടിയുണ്ട്, പിന്നെ ഇത് സൂപ്പർ കാരിയാ, മാരുതിന്റെ അല്ലേ? സൂപ്പർ കാരി അല്ലേ? ഓക്കെ. ബാക്കിലേക്ക് കുറച്ച് ബൊലേറോ കിടക്കുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ച് ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു കൊടുക്കണേ. റീൽ ഇടാം നമുക്ക്. വീഡിയോയിൽ എന്തായാലും ഇപ്പോൾ വേറെ കുറച്ച് വണ്ടികൾ കാണിക്കാനുള്ള കാണിക്കണ്ട. ഇനി ഇവിടേക്ക് വരുമ്പോൾ അവിടെ ഒരു ഡിസയർ കിടക്കണ്ടല്ലോ. ഇതേതാ മോഡൽ ഡിസയർ? ഇത് 2012 ഡീസൽ. 12 ഡീസൽ. അതെ. ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ. പുതിയ 2 പുത്തൻ ടയർ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡ് ഇത് വണ്ടി വന്നിട്ടുള്ളൂ, സൈഡിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതൊക്കെ മൊത്തം നമുക്ക് എന്താക്കി കൊടുക്കാം, റെഡി ആക്കി കൊടുക്കാം. ചെറിയ, അതായത് ഡോറിന്റെ അവിടെ 2 വരയുള്ളൂ കേട്ടോ. ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്യും, വണ്ടി പോളിഷ് ചെയ്യും, മൊത്തം വൃത്തിയിൽ കൊടുക്കാം. അല്ലേ? അതെ. എല്ലാ വണ്ടികളും നമ്മൾ ഇങ്ങനെ വെക്കലുള്ളൂ, പാർട്ടിനെ കാണിച്ചിട്ട് ചെയ്തു കൊടുക്കും. എല്ലാവരും ഒന്ന് പോളിഷ് ചെയ്താൽ വൃത്തിയായില്ലേ? അതെ അതെ. മോശമൊന്നുമില്ല കേട്ടോ. എന്നാലും 12 വണ്ടിയാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,24,000 കമ്പനി സർവീസ്, ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിക്ക്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 12 1.24 ജെനുവിനാ? അത്ര ഓടിയിട്ടുള്ളൂ. ഒട്ടും കൂടുതലാന്ന് പറയുന്നില്ല, ഡീസലും കൂടി ആയതുകൊണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്താ വില? ഇത് നമുക്ക് 2,90,000 രൂപ കൊടുക്കാം. 290 ഡിസയർ ഇത്രയും വൃത്തിയുള്ള വണ്ടി അല്ലേ? 260-65 ലെവലിൽ ലോണും കയറും. വീഡിയോ അല്ലേ ഇത്? അതെ. മോശമൊന്നുമില്ല കേട്ടോ. പുതിയ 2 പുത്തൻ ടയർ ഫ്രണ്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2013 കേട്ടുണ്ട്. 13 ആണ്. VXI ആണ്. 90,000 കിലോമീറ്റർ ഓടിക്ക്. 90 ഓടിയുണ്ട്. അതെ. പിന്നെയുള്ള ഒരു അപാകത എന്ന് വെച്ചാൽ 4ാമത്തെ ഓണറാണ്. അതായത് 13 4ാമത്തെ ഓണർഷിപ്പ് ആയി പോയി. അതെ, അത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 13 വണ്ടിയല്ലേ, ചെറുതായിട്ട് ടച്ചപ്പ് ഒക്കെ കയറിയിരിക്കുന്നേ. അതൊക്കെ സ്വാഭാവികം. മേജറായിട്ടൊന്നും മാറിയിട്ടില്ലല്ലോ. ഒന്നുമില്ല. ശരി, 13 വണ്ടി 4ാമത്തെ ഓണർഷിപ്പ് ആയതുകൊണ്ട് വില എത്ര പറയും? നമുക്കൊരു 1,60 കൊടുക്കാം. 1,60. അതെ. അതിൽ കുറയോ? അതില് വന്ന് നോക്കട്ടെ, നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മൾ ഒരു 1,50,000 രൂപ ലോണും കയറും. അല്ലേ? അതെ. 10 രൂപയുടെ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. സ്വാഭാവികമായിട്ടും ഈ ഒരു മോഡൽ വണ്ടിയൊക്കെ താഴെ വില കുറവാണ്. അതെ. വയനാട്ടിൽ ലേശം വിലയുള്ള ഒരു വണ്ടിയല്ലേ കേട്ടത്, ഈ ഷേപ്പ് വണ്ടിയൊക്കെ? അതുകൊണ്ടാണ് 1,60. 13 വണ്ടിയൊക്കെ ഇവിടെ 1,80, 85, 1,90 ആ ലെവലിൽ പോകും അല്ലേ? നമ്മൾ താഴത്തെ കുറെ വീഡിയോസ് ഒക്കെ കാണിക്കുമ്പോൾ വളരെ വില കുറച്ച് കാണിക്കാം. അതെ അതെ. അതുകൊണ്ടാണ്. അപ്പം അതിനകത്ത് നിങ്ങൾ കമന്റ് ഒന്നും ഇടണ്ട. ഇവിടെ ഉള്ളവർ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നല്ല വണ്ടി വേണമെങ്കിൽ മാത്രം എടുത്താൽ അല്ലേ? അതെ. അതുപോലെ തന്നെ i20 ആണെങ്കിലോ? ഇത് 2018 ലാസ്റ്റ് വണ്ടി. അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ അതെ. ഡീസലാണ്. അടിപൊളി. ബമ്പർ മാറിയതാണല്ലോ. ബമ്പർ മാറിയത് 13,000 രൂപേനെ ക്ലെയിം കയറിയിട്ടുണ്ട്. ആകെ 13 ഉള്ളൂ. അതെ അതെ. വലിയ കൂടുതൽ. സിംഗിൾ ഓണറാണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? പിന്നെ 4 ടയർ നമ്മൾ പുതിയ ഇട്ട് കൊടുക്കും. അതെ. ഇപ്പൊ കുറച്ച് കമ്മിയാണുള്ളത്. അതെ. അതായത് കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 74,000. അത് ജെനുവിനാന്ന് പറയാൻ പറ്റുമോ? അതെ അതെ. ഹിസ്റ്ററി ഉള്ളതാണ്. അതായത് ഹിസ്റ്ററിയിൽ 13,000 ക്ലെയിം മാത്രമേ ഉള്ളൂ. ബമ്പർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഡീസലാണ്, ആസ്റ്റയാണ് അല്ലേ? ഡീസൽ. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടോ? ബട്ടൺ സ്റ്റാർട്ട് ആസ്റ്റയിൽ വരൂല. അപ്പൊ സോറി. അതേ ആസ്റ്റ ആകുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട് എന്തായാലും ഇല്ല. സ്പോർട്സ് ആണ് കേട്ടോ. മാറിപ്പോയതാ. അലോവീൽസ് അതിന്റെ തൊട്ടതായ അലോവീൽ ഉണ്ടാവില്ല, ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, വേക്ക് വൈപ്പർ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. എന്തായാലും മോശമൊന്നുമില്ല. വണ്ടി നല്ല നീറ്റാണ്. സ്പോർട്സ് വേരിയന്റ് ആണ്, ഡീസലാണ്. വില കൂടി പറയാ കേട്ടെ. നമുക്കൊരു 5,000 രൂപ കൊടുക്കാം. 5,000 രൂപ. 5,50,000 രൂപയ്ക്ക് 2018 5,000 രൂപ ലോണും കയറുവേ. ഫുൾ ലോണും കിട്ടും. അതെ. ഒരു പോലും മുടക്കണ്ട. വേണ്ട. അടിപൊളി. 5,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, ഒരു കുറ്റം പറയാനില്ല. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2014 വണ്ടി. ഡീസൽ. 14 ഡീസൽ. 1.16 ഓടിക്ക്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വണ്ടി അല്ലേ? അതെ.
14 ഡീസൽ 1.14 എന്ന് പറയുമ്പോൾ അത് 1.16 ജനുവിനാ. ഹിസ്റ്ററി നോക്കിയപ്പോ 2018 വരെ ഹിസ്റ്ററി ഉള്ളൂ. ജനുവിനാന്നും പറയണ്ട, വണ്ടി പക്കയല്ലേ? വണ്ടി പക്ക, ഒരപാധയില്ല, ഒന്നുമില്ല. ഡാമേജിന് കാര്യങ്ങളൊക്കെ മാറി. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 14 മോഡല് സെക്കൻഡ് ഓണർ ആയിരിക്കും അല്ലേ? സെക്കൻഡ് അല്ല, മൂന്നാമത്തെ ഓണർ. ലോണൊക്കെ കയറില്ല മാക്സിമം? 3.5 രൂപ ലോൺ കയറും. ഇപ്പൊ നമുക്ക് എന്താ വില? ഒരു 3.45 കൊടുക്കാം. 3.45 മതി വണ്ടിക്ക്. അപ്പൊ ലോൺ അതിലും കൂടുതൽ കിട്ടും. അതിലും കൂടുതൽ കിട്ടും. അടിപൊളി. 5000 രൂപ കൂടുതൽ കിട്ടും. അതാണ് 5000 രൂപ കൂടുതൽ കിട്ടും കേട്ടോ. വേണമെങ്കിൽ എടുത്തത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തരും. വൃത്തിയുള്ള വണ്ടി കേട്ടോ, നിങ്ങൾ നോക്കിയിട്ട് എടുത്തോ. അതുപോലെ തന്നെ ഈ റിച്ച് അല്ല, ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2016 മോഡല്. 16. ഈ ഷിപ്പിലെ ലാസ്റ്റ് വണ്ടികളൊന്നും അല്ലേ? അതെ അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിക്കും. 81,000 പെട്രോൾ ആണ്. VXI കേട്ടോ, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ബോണറ്റ് കമ്പനിന്ന് മാറിക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, സ്റ്റൈ കാര്യങ്ങളൊന്നും മാറിയില്ല. ബോണറ്റ് മാത്രമേ മാറിയില്ലല്ലോ, ഒന്നും മാറിയില്ല. ഓക്കെ. ബമ്പറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബമ്പറും മൗണ്ടും മാറിയിട്ടുണ്ടാവും അല്ലേ? ബമ്പറും മൗണ്ടും മാറി. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. കിലോമീറ്റർ 81,000 കിലോമീറ്റർ. ജെനുവിനാണല്ലോ അല്ലേ? അടിപൊളി. ഇത് നമുക്ക് എന്താ വില? സിംഗിൾ ഓണർ ആണ്. ഇത് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട്, ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു 4.4 കൊടുക്കാം. 4,25,000 രൂപയ്ക്ക്. അതെ, പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടെ. അതെ, അടിപൊളി. മോശമൊന്നുമില്ല. 4,25,000 രൂപ. പക്ഷേ ഈ ഒരു സാധനത്തിന് മാത്രം ഒരിക്കലും വില കുറയില്ല എന്നുള്ളതാണ് അല്ലേ? ഈ ഒരു ഷേപ്പ് വണ്ടി ടൈപ്പ് 2 വരുന്നത്. എവിടെ പോയാലും ഇനി ഇപ്പോഴും 4 രൂപ റേഞ്ച്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തെടുത്തോളൂ. 16 വണ്ടി വേണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട, വൃത്തിയുണ്ട്. ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി. ഇതിപ്പോ ഇന്നലെ മാറ്റത്തിൽ വന്ന വണ്ടിയാണ്, നമുക്കൊരു ഓഫർ റേറ്റിൽ കൊടുക്കാം. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടി ലേശം എന്താ പറയാ, ഒരു ആവറേജ് ആണ് അല്ലേ? അതെ. ഓക്കെ. അൾട്ടോ ആണ്. ഇത് സ്റ്റാൻഡേർഡാ? സ്റ്റാൻഡേർഡ് ആണ്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഇല്ല. ഒരു പഠിക്കാനൊക്കെ അതെ പറയാം. അതായത് ഹെഡ്ലൈറ്റും മാറിയ, ബമ്പറൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി, ഒന്ന് പെയിന്റ് ഒക്കെ ടച്ച് ചെയ്ത് അടിപൊളിയായില്ലേ വണ്ടി? അതെ അതെ, അത്യാവശ്യം കൊണ്ടുനടക്കാം. അതെ. ഇത് മോഡലോ? 2006 മോഡല്. 6 29 വരെ പേപ്പർ ഉണ്ട്. 29 വരെ ഉണ്ട്. മോശമൊന്നുമില്ല. ഇത് നമുക്കിപ്പോ എന്താ വില? നമുക്കൊരു 40 രൂപ കൊടുക്കാം. 40,000 രൂപ. അതെ, അടിപൊളി. 40,000 രൂപ കരുത്തുന്നു. പിന്നെ വേറെ കാര്യം, ഫ്രണ്ടിലെ ടയറൊക്കെ ഫുൾ ആട്ടോ, നല്ല കട്ട ടയറൊക്കെ ഉണ്ട് അല്ലേ? ഫ്രണ്ടിൽ 2 പുതിയ ടയർ ഉണ്ട്. വെഹിക്കിൾ ആവറേജ് ഉണ്ട്. അതെ. ഓക്കെ. 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് നൽകണം. അപ്പോൾ അത് വലിയ കൂടുതലാണെന്നും പറയാനില്ല. ഓടിച്ച് പഠിക്കാനൊക്കെ ഉപയോഗിക്കാം അല്ലേ? അതെ അതെ അതെ. ഓക്കെ. എന്തായാലും ഇതൊക്കെ വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്തോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഏത് വണ്ടിയാണെങ്കിൽ നിങ്ങൾ മാക്സിമം പിന്നെ ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കൂലേ? അതെ, എല്ലാം കൊടുക്കും. ഇപ്പോൾ വർക്ക്ഷോപ്പ് വരെ കൂട്ടി വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൂട്ടി വന്നിട്ട് ചെക്ക് ചെയ്യാം. ഇനി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവാം. വയനാട്ടിലൊരു എല്ലാ ഷോറൂമുകളും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഉണ്ട് എല്ലാം. ഈ കാണിച്ചൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ അവസരങ്ങൾ ഉണ്ടാ. നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. ഈ പറഞ്ഞ പോലെ ചിലതിൽ ചെറിയ ചെറിയ അപാകത വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? അപാകതകൾ എന്ന് വെച്ചാൽ മേജർ ആക്സിഡന്റ് ഉള്ള ഒന്നും ഞങ്ങൾ എടുക്കൂല. നല്ല വണ്ടി ചെക്ക് ചെയ്തിട്ട് നല്ല വണ്ടികൾ മാത്രമേ വളരെ ചെറിയ ചെറിയ അപാകതകൾ എടുക്കുന്നവർക്ക് വന്ന് ചെക്ക് ചെയ്യാം. അതെ അതെ, എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതെ. ഓക്കെ. അപ്പം എന്താ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വയനാട്ടിൽ പനമരം കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റർ ഉണ്ടോ? അതെ, 5 കിലോമീറ്റർ അല്ലേ? 5-ാം മൈലിൽ നിന്നാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. SR യൂസ്ഡ് കാർസ് ആണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മാക്സിമം വില കുറച്ചാണ് ഇപ്പോൾ നിലവിൽ കാണിച്ച വണ്ടികളൊക്കെ തന്നെ ഉള്ളത് അല്ലേ? അതെ അതെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കുറയാൻ ഏകദേശം എല്ലാം നമുക്ക് ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റും. ചെറിയ പൈസ, ഒരു 10-15 രൂപ ഡൗൺ പേയ്മെന്റ് മതി അല്ലേ? ഓക്കെ. അപ്പോൾ വയനാട്ടിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വന്ന് നോക്കിക്കോളാം. നിങ്ങൾക്ക് പെട്ടെന്ന് പരിപാടികൾ തീർക്കാം. അതിന് താഴേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരും അല്ലേ? അതെ അതെ അതെ. എവിടെയും വേണമെങ്കിൽ കൊണ്ട് കൊടുക്കും വണ്ടി? കൊണ്ട് കൊടുക്കും, ഡെലിവറി ഒക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ. നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്, മിസ് ചെയ്യണ്ട. പിന്നെ നല്ല നല്ല വണ്ടികളൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് എടുത്തോളാം, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് കണ്ടിപ്പിക്കാം അല്ലേ? ഓക്കെ. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും